നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ചക്കരക്കൽ ടൗൺ വികസനത്തിന്റെ പേരിൽ റോഡ് വികസനമാണ് നടക്കാൻ പോകുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ച് ജനകീയ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായും ചക്കരക്കൽ ടൗൺ സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വികസനത്തിന്റെ പേരിൽ വർഷങ്ങളായി കച്ചവടം നടത്തുന്ന 150-ൽ പരം കടകൾ പൂർണ്ണമായും 160-ൽ പരം കടകൾ ഭാഗികമായും ഇല്ലാതാകുമെന്നും സമരസമിതി പറഞ്ഞു. തിരക്ക് കൂടുതലുള്ള ചക്കരക്കൽ 3 പിരിയ റോഡിന്റെ വീതി കുറച്ചും തിരക്ക് കുറഞ്ഞ മുഴപ്പാല അഞ്ചരക്കണ്ടി റോഡ് 18 മീറ്റർ ആക്കുന്നതിന്റെയും ഔചിത്യം എന്താണെന്ന് ഭാരവാഹികൾ ചോദിച്ചു. വികസനത്തിന്റെ പേരിൽ വർഷങ്ങളായി കച്ചവടം നടത്തുന്ന 150-ൽ പരം കടകൾ പൂർണ്ണമായും 160-ൽ പരം കടകൾ ഭാഗികമായും ഇല്ലാതാകും. ട്രാഫിക് തടസ്സത്തിന്റെ പേരിലാണെങ്കിൽ സർവേ നടത്തിയ 4-ാം പീടിക മൗവഞ്ചേരി ബൈപ്പാസ് എന്തിനു ഉപേക്ഷിച്ചുവെന്നും തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും നഷ്ടപ്പെടൽ സൃഷ്ടിക്കലാണോ വികസനമെന്ന് പറയുന്നതെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. അതിനുശേഷം ഇപ്പോൾ അവിടെ 4 റോഡാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് അഞ്ചരക്കണ്ടി റോഡ്, മുഴപ്പാല റോഡ്, മൗവഞ്ചേരി റോഡ്, അതുപോലെ 3 പീരിയ റോഡ്. ഇവിടെ നിർദ്ദിഷ്ട ഒരു വികസനം എന്ന് പറയുന്ന റോഡ് വികസനം എന്ന് പറയുന്നത് പല രീതിയിലാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം 3 പീരിയ റോഡാണ് ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ള റോഡ്. 3 പീരിയ റോഡാണ്. ആ 3 പീരിയ റോഡിൽ ഹോസ്പിറ്റൽ, ട്രഷറി, KSEB ഓഫീസ്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ബാറ്, ഇതൊക്കെയുള്ള ഈ 3 പീരിയ റോഡിന് 13.5 മീറ്റർ വീതിയിലും 420 മീറ്റർ നീളത്തിലുമാണ് റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത്. അതേസമയത്ത് താരതമ്യേന തിരക്ക് കുറഞ്ഞ മുളപ്പാല റോഡായാലും അതുപോലെ അഞ്ചരക്കണ്ടി റോഡിൽ 18 മീറ്റർ വീതിയിലാണ് ഇവിടെ നിർദ്ദിഷ്ടമായിട്ട് അളവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, കുറ്റിയടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഈ ഒരേ ഫണ്ടിങ്ങിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു റോഡ് വികസനം കൊണ്ടുവന്നുകൊണ്ട് അവിടെ 300ഓളം കടകളെ നശിപ്പിച്ചുകൊണ്ട് 300ഓളം കടകളും അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെയും അവരുടെ തൊഴിലും കൂലിയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഈ വികസനത്തിന്, ഇത്തരത്തിലുള്ള വികലമായ വികസനത്തിനെതിരെയാണ് വ്യാപാരികളും വ്യവസായികളും അതുപോലെ തന്നെ ഇതിൻ്റെ ഭൂ ഉടമകളും തമ്മിൽ ഈ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംരക്ഷണ സംയുക്ത സമരസമിതി കൺവീനർ A. സത്യൻ, വൈസ് ചെയർമാൻ PC. സതീശൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MK. നസീർ, KP. മജീദ് എന്നിവർ പങ്കെടുത്തു.